സർ, പ്രതിരോധ രംഗത്ത് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ പുതിയ മിസൈൽ വികസിപ്പിച്ചിരിക്കുകയാണ്. ഗാന്ധീവ എന്നാണ് പേരിട്ടിരിക്കുന്നത്. സാധാരണ എയർ ടു എയർ മിസൈലുകളെ അപേക്ഷിച്ച് ഗാന്ധീവയ്ക്ക് എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളത്? ശരിയാണ്. ഇന്ത്യ ഒരു പുതിയ എയർ ടു എയർ മിസൈലിൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. അസ്ത്ര സീരീസിൽപ്പെട്ട അസ്ത്ര 3 അല്ലെങ്കിൽ ഗാന്ധീവ എന്ന പേരിട്ടിരിക്കുന്ന ഈ മിസൈൽ ഈ വരുന്ന ആളുകളിൽ പരീക്ഷിക്കപ്പെടും എന്നാണ് ഇപ്പോൾ DRDOയുടേതായി പുറത്തു വന്നിരിക്കുന്ന ചില പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. ഒരിക്കൽ ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി കഴിഞ്ഞാൽ വ്യോമയുദ്ധത്തിൽ പാകിസ്ഥാനും ചൈനയ്ക്കും എതിരെ വരെ ഒരു മുൻകൈ നേടിയെടുക്കാൻ ഇന്ത്യ ഇത് സഹായിക്കും. ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് ഇന്ന് വ്യോമയുദ്ധത്തെ നിയന്ത്രിക്കുന്നത്. ഞാൻ അത് പൊതുവായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഈ മിസൈലിന്റെ പ്രത്യേകതകളെ കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കാം. ഈ അസ്ത്ര 3 അഥവാ ഗാന്ധീവ മിസൈൽ ഇത് റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള ഒരു മിസൈലാണ്. റാംജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു തരം ജെറ്റ് എഞ്ചിൻ എന്ന് നമുക്ക് പറയാം ലളിതമായിട്ട്. അത് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് ഈ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതില് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റാംജെറ്റ് എഞ്ചിനുകൾ ഓക്സിജൻ പുറത്തുനിന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഓക്സിജൻ അതിൽ പ്രത്യേകിച്ച് കരുതേണ്ട കാര്യമില്ല. അങ്ങനെ മിസൈലിന്റെ ഭാരം കുറയും. റാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച മിസൈലുകൾ സൂപ്പർസോണിക് വേഗത്തിൽ, അതായത് ഹൈപ്പർസോണിക്കിന്റെ അടുത്തെത്തുന്ന വേഗത്തിൽ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇവയുടെ ഒരു പ്രത്യേകത അവയ്ക്ക് ദീർഘദൂരം സഞ്ചരിക്കുകയും ചെയ്യാം. ഇപ്പോൾ സാധാരണ ഇന്ത്യയുടെ കൈവശമുള്ള ഇപ്പോൾ ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത മിസൈൽ അസ്ത്ര 1. ആ അസ്ത്ര 1 എന്ന് പറയുന്ന ഓൾറെഡി തന്നെ സർവീസിൽ ഇപ്പോൾ ഇന്ത്യ ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ വ്യോമസേനയുടെ ഭാഗമാക്കി കഴിഞ്ഞ ഒരു മിസൈലാണ് അസ്ത്ര 1. ആ അസ്ത്ര 1 ഇന്ന് സുഖോയ് വിമാനത്തിലും അതുപോലെ തന്നെ LCA തേജസ് 1A, ഇപ്പോൾ നമ്മൾ ഈ മാർച്ചിൽ അമേരിക്കയിൽ നിന്ന് എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വിമാനം വ്യോമസേനയ്ക്ക് കൈമാറും, HAL. അപ്പോൾ ആ വിമാനത്തിലുമൊക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ് ഇത്. പിന്നെ അസ്ത്ര 1. ഈ അസ്ത്ര 1 മിസൈലിൽ ഉപയോഗിക്കുന്നത് സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിനാണ്. ഈ മിസൈല് എത്തിച്ചേരുന്ന ദൂരം എന്ന് പറയുന്നത് പരമാവധി 110 കിലോമീറ്ററാണ്. അങ്ങനെയാണ് പൊതുവിടത്തിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഡീറ്റെയിൽസ്. പക്ഷെ ചെറിയ വ്യത്യാസമൊക്കെ കാണും. ഒരിക്കലും വ്യോമസേന അതിന്റെ കൃത്യമായിട്ടുള്ള ദൂരം പുറത്തു വിടില്ല. കാരണം അത് ശത്രുവിനെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് അത്. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഈ വിവരങ്ങളൊന്നും തന്ത്രപ്രധാനമായ വിവരമല്ല. ശ്രോതാക്കൾ അങ്ങനെ കേട്ട് സംശയിക്കുകയൊന്നും വേണ്ട. കാരണം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും താഴെ കമന്റ് ഇടാറുണ്ട്, ഈ രാജ്യത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തി നിങ്ങൾ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ അങ്ങനെ വരാറില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ശ്രോതാക്കൾക്ക്, പ്രേക്ഷകർക്ക് ഇത് വലിയ അറിവ് കാണത്തില്ല. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചിതിലേക്ക് വരാം. ഈ പറയുന്ന അസ്ത്ര 3 അഥവാ ഗാന്ധീവ മിസൈൽ ഇതിന് 300 കിലോമീറ്ററോളം, 300 തൊട്ട് 350 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ട്. ഉയരത്തിലൂടെയാണ് പോകുന്നത്. ഏറ്റവും പരമാവധി ഉയരത്തിലാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ റേഞ്ച് എല്ലാ മിസൈലുകളുടെയും കുറയും. ഇപ്പൊ ഉദാഹരണത്തിന് അസ്ത്രയുടെ താഴെ വന്നു കഴിഞ്ഞാൽ അതിന് 40 കിലോമീറ്റർ ഒക്കെ റേഞ്ച് വരാറുള്ളൂ. ചിലപ്പോൾ 40-ലും താഴെ വരാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മിസൈല് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇനി നമുക്ക് ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരികെ വരികയാണ്. അതായത് ഇന്ന് വ്യോമ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഡോഗ് ഫൈറ്റിംഗ് എന്ന് പറയും. അത് 2 ഫൈറ്റർ ജെറ്റുകൾ വളരെ അടുത്തെത്തിയിട്ട് അവ തമ്മിൽ യുദ്ധം നടത്തും. അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും നമ്മൾ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പാശ്ചാത്യ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഉണ്ടാകും. വിമാനങ്ങളൊക്കെ കറങ്ങുക, തിരിയുക, കുത്തനെ താഴോട്ട് വരിക. അപ്പൊ ഇത് തമ്മിലുള്ള ദൂരം ചിലപ്പോൾ ഒരു 5 കിലോമീറ്ററോ അല്ലെങ്കിൽ 2-3 കിലോമീറ്ററോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഡോഗ് ഫൈറ്റിന് സാധ്യതയില്ല. ഇന്ന് വിമാനങ്ങളെ ഏതാണ്ട് 100 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ മറ്റേ വിമാനത്തിൽ നിന്ന് BVR ബിയോണ്ട് വിഷ്വൽ റേഞ്ച്, അതായത് കാഴ്ചയ്ക്ക് അപ്പുറമുള്ള റേഞ്ചിലുള്ള മിസൈലുകൾ തകർത്ത് കളി. ഇങ്ങനെ ഉള്ള BVR മിസൈലുകൾ വേണ്ടത്ര ഇല്ലാതിരുന്നത് കൊണ്ടാണ് ബാലാക്കോട്ട് ശേഷം പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചപ്പോൾ നമ്മുടെ ഒരു MiG-21 വിമാനം അവർ വെടിവെച്ചിടാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയും നമ്മുടെ ഒരു പൈലറ്റ് വർദ്ധമാൻ അവിടെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാകുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ F-16 ഫൈറ്റർ ജെറ്റിന്
അമേരിക്കയുടെ ആംറാം 120D എന്ന് പറയുന്ന ഒരു മിസൈൽ അവർക്കുണ്ടായിരുന്നു. ഈ ആംറാം മിസൈൽ അവർ പ്രയോഗിച്ചതോടുകൂടി നമ്മുടെ മിഗിന്റെ കയ്യിൽ അതൊന്നുമില്ല. റഷ്യയുടെ R-77 അത് 40-50 കിലോമീറ്റർ ഒക്കെ മാത്രമേ അതിന് ഉള്ള ദൂരം പോകാൻ പറ്റൂ. പക്ഷേ അമേരിക്കയുടെ ആംറാം 120 മിസൈൽ എന്ന് പറയുന്നത് ഏതാണ്ട് 90 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ വെടിവെച്ചിടാൻ പറ്റുന്ന മിസൈലാണ്. അപ്പോൾ തന്നെ F-16 നിന്നും അത്തരം മിസൈലുകൾ പാകിസ്ഥാൻ ഇന്ത്യയുടെ MiG-21 നേരെ പ്രയോഗിച്ചതുകൊണ്ടാണ് അവിടെ നമ്മൾക്കൊരു തിരിച്ചടി അവിടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അസ്ത്ര ഒന്നെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായ അസ്ത്ര ഒന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മുടെ ഒരു വിമാനം വെടിവെച്ചിടാൻ പാകിസ്ഥാന് F-16 പറ്റില്ലായിരുന്നു. ഇന്നായിരുന്നു ആ യുദ്ധം നടക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പാകിസ്ഥാന് നമ്മുടെ വിമാനത്തെ വെടിവെച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇനി അതിലും ദൂരെ കൂടുതലാണ്. ഇന്ത്യ ഇപ്പോൾ രണ്ടാമത് ഇപ്പം നമ്മൾ റഫേൽ വിമാനങ്ങൾ പിന്നെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ചത് ലക്ഷ്മി വായിച്ചിട്ടുണ്ടാകും. ആ റഫേൽ വിമാനങ്ങൾ ഇരിക്കുന്നത് മെറ്റിയോർ എന്ന് പറയുന്ന ഒരു മിസൈലാണ്. ഈ മെറ്റിയോർ മിസൈലിന് 200 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇന്നൊരുപക്ഷെ ലോകത്തിൽ ഉപയോഗത്തിലിരിക്കുന്ന സർവീസിലുള്ള ഓപ്പറേഷണൽ ആയിട്ടുള്ള മിസൈലിൽ എയർ ടു എയർ മിസൈലിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് മെറ്റിയോറിനാണ്. ആ മെറ്റിയോർ പക്ഷേ നമുക്ക് ഈ റാഫേലിൽ മാത്രമേ ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന SU സുഖോയ് MK-30I ആ വിമാനത്തിൽ പിന്നെ ഘടിപ്പിക്കാൻ അവരത് സമ്മതിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ സോഫ്റ്റ്വെയറും മറ്റതും രണ്ടും സംയോജിപ്പിക്കണം. സുഖോയ് വിമാനം റഷ്യയുടേതാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ മെറ്റിയോറിൻ്റെ വിശദാംശങ്ങൾ നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ അത് റഷ്യക്കാരുടെ കൈവശം എത്തുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട്, ഫ്രാൻസ്. പക്ഷേ അതുകൊണ്ടാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഈ മിസൈലുകൾ വികസിപ്പിക്കുന്നത്. ഇപ്പോൾ 3 തരത്തിലുള്ള മിസൈൽ എഞ്ചിനുകളാണുള്ളത്. സോളിഡ് ഫ്യൂവൽ അതാണ് നമ്മുടെ അസ്ത്രയിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് പരിമിതിയുണ്ട്. ആ പരിമിതി കൊണ്ടാണ് അത് പരമാവധി 110-120 കിലോമീറ്റർ ഒക്കെ വരെയാണ് അതിന് എത്തപ്പെടാൻ പറ്റുന്നത്. പിന്നെ പക്ഷേ അതിനുശേഷമുള്ള അസ്ത്ര 2 ഡ്യുവൽ പൾസ് റോക്കറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അസ്ത്ര 2ഉം അസ്ത്ര 3-ലാകട്ടെ റാംജെറ്റ് എഞ്ചിനാണ്. ഈ റാംജെറ്റ് ആണ് ഏറ്റവും അധികം ദൂരം ഒരു മിസൈലിന് പോകാൻ പറ്റുന്നത് റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോഴാണ്. ആ റാംജെറ്റ് എഞ്ചിനാണ് നമ്മുടെ ഈ പറയുന്ന ഗാണ്ടീവ അല്ലെങ്കിൽ അസ്ത്ര 3-ൽ ഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു അപ്പർ ഹാൻഡ്, ഒരു മുൻകൈ ഈ വ്യോമയുദ്ധത്തിൽ വരും. അതായത് പാകിസ്ഥാനിൽ നിന്നൊരു വിമാനം പറന്നു പോകുമ്പോഴേ പാകിസ്ഥാന്റെ അതിർത്തി ലംഘിക്കാതെ തന്നെ, അതിർത്തി ക്രോസ് ചെയ്യാതെ തന്നെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അത് വെടിവെച്ചിടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് ചില പരിമിതികളുണ്ട്. കാരണം ചൈന 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ വരെ വികസിപ്പിച്ചെടുത്തു. J-22 അതല്ലെങ്കിൽ J-35 അവരിപ്പം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ കൈവശമുള്ള F-35 ഇതെല്ലാം 5th ജനറേഷനാണ്. 5th ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇത് റഡാറിൽ വളരെയധികം ഒന്നും ഇത് പതിയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് പാകിസ്ഥാനി J-20 ഒക്കെ വാങ്ങിയാൽ അതിനൊരു മറുപടി കൂടിയാണ് ഗാന്ധീവ എന്ന് പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഇന്ന് നമ്മുടെ കൈവശം ഇല്ല. നമ്മുടെ കൈവശമുള്ള Su-30യും അതുപോലെ റഫാലും രണ്ടും 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളാണ്. ഓൾറെഡി പാകിസ്ഥാൻ ഉണ്ട് J-20. അപ്പോൾ അതിനെ നേരിടാൻ നമുക്ക് ഒരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിന് വേണ്ടി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നാൾ ഈ അടുത്ത സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് F-35 വേണമെങ്കിൽ തരാം എന്നൊക്കെയുള്ള ചില സൂചനകൾ നൽകിയത്. അതുപോലെ തന്നെ റഷ്യ അവരുടെ Su-57 എന്ന് പറയുന്ന അതൊരു 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ്, അത് ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഈ പറയുന്ന ഗാണ്ടീവ ഉപയോഗിച്ച് നമുക്ക് ഈ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റുകളെ നേരിടാൻ പറ്റും. കാരണം ഇതൊരു മാനൂവറബിൾ ആണ്. 2-വേ ഡേറ്റ ലിങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് മിഡ് കോഴ്സ് കറക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള അതായത് ഞാനത് പറയാം. അതായത് ഒരു മിസൈൽ വിക്ഷേപിച്ചതിന് ശേഷം പകുതി ദൂരം എത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോഴ്സ് കറക്ഷൻ അത് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാം. 2-വേ ഡേറ്റ ലിങ്ക് എന്ന് പറയുന്ന അവിടെ നിന്നും ഉള്ള വീഡിയോകളും ദൃശ്യങ്ങളും അത് പിന്നെ അയച്ചിരിക്കുന്ന വിമാനത്തിന്റെ പൈലറ്റിന് തിരിച്ചയക്കും. അങ്ങനെ തിരിച്ചയക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ വളരെ കൃത്യമായിട്ട് പിന്നെ മിസൈലുകളെ അതിന്റെ ഗതി മാറ്റുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമാക്കുകയോ ചെയ്യാം. ഇപ്പോഴത്തെ വിമാനങ്ങളെല്ലാം തന്നെ ഈ ലക്ഷ്യത്തിന് മുകളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, മനൂവറബിൾ വിമാനങ്ങളാണ്. ഈ വിമാനങ്ങൾ അത് കാരണം തന്നെ പലപ്പോഴും ഒരു ഒറ്റ ദിശയിലേക്ക് വരുന്ന ഒരു മിസൈലിനെ, ഒരു എയർ ടു എയർ മിസൈലിന് ഇത്തരം വിമാനങ്ങളെ
തകർക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ഗാണ്ടിവ മിസൈലിന് അത് വിമാനങ്ങളെ പോലെ തന്നെ മനൂറബിളും അതുപോലെ തന്നെ അതിനെ പോർഷനും വിമാനത്തെ ലോക്ക് ചെയ്യാനുള്ള ഹോണിംഗ് എന്ന് പറയും. ആ ഹോമിംഗ് ഫെസിലിറ്റി എല്ലാം ഉള്ള പിന്നെ ഒരു അത്യന്താധുനിക മിസൈലാണ്. ശരിക്കും ഈ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എഞ്ചിൻ തുടക്കത്തിൽ ഇന്ത്യ റഷ്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ് അത് വികസിപ്പിച്ചത്. പക്ഷെ അത് ഇന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. നമുക്ക് ഈ മേഖലയിൽ നമ്മുടേതായ രീതിയിൽ ഗവേഷണങ്ങളും ഒരുപക്ഷെ റഷ്യ ഇപ്പം മികച്ചതെങ്കിലും ആവാവുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ ഈ മേഖലയിൽ ഇന്ത്യക്കുണ്ട്. ഇത് ഒരു വലിയ മാറ്റമായിരിക്കും വ്യോമയുദ്ധത്തിൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം തീർച്ചയായും സർ, ഇത് റാംജെറ്റ് ഒരുപാട് വെല്ലുവിളികൾ മറികടന്നുകൊണ്ടാണ് നമ്മളിത് പരീക്ഷിച്ച് വിജയിപ്പിച്ചതെന്ന് കണ്ടു. ടെക്നിക്കലി തന്നെയുള്ള വെല്ലുവിളികൾ. എന്തായാലും നമ്മുടെ സേനയുടെ ഭാഗമാകുമോ ഉടൻ തന്നെ ഗാഠീവ? തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിലും ഇത് ഉടൻ വികസിപ്പിച്ചെടുക്കുമോ? ഇല്ല, ഉടൻ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഏതാണ്ട് ഇത് ഇപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത് ഗ്രൗണ്ട് ടു എയർ വിക്ഷേപണങ്ങളാണ് ഇതുവരെ വിജയകരമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു Su-30 വിമാനത്തിൽ ഘടിപ്പിച്ചിട്ട് ലക്ഷ്യത്തെ തകർക്കുന്ന പരീക്ഷണങ്ങൾ തുടങ്ങും. അവിടെയാണ് ഇതിന്റെ ഒരു യഥാർത്ഥ പരീക്ഷണങ്ങൾ. കാരണം അവിടെ ഈ മിസൈലുകളിലൊക്കെ തന്നെ അതിന്റെ അഗ്രഭാഗത്ത് ഈ ഒരു ചെറിയ റഡാർ ഉണ്ടാവും. അതിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ സെൻസറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോഴെന്ന് പറയുന്നത് നെറ്റ്വർക്ക് വാർഫെയർ എന്ന് പറയും. ഇന്ന് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു മിസൈൽ വിടുവല്ല. ആ മിസൈൽ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ആ നെറ്റ്വർക്കിൽ നിന്നുകൊണ്ട് അതുപോലെ ഈ മിസൈലിനെ കബളിപ്പിക്കാനായിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ, അതായത് ഇലക്ട്രോണിക് ജാമിംഗ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളെല്ലാം എതിർ രാജ്യം പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും അടങ്ങുന്ന ഒരു മിസൈലാണ്. എൻ്റെ ഊഹത്തിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ Su-30 നിന്നും ഉള്ള വിക്ഷേപണങ്ങൾ തന്നെ തീരാൻ ഒരു കൊല്ലത്തിലധികം എടുക്കും. ഒരു 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന്റെ പൂർണ്ണതോതിലുള്ള നിർമ്മാണവും പിന്നീട് അത് വ്യോമസേനയുടെ ഭാഗമാകും. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഒരു അടിയന്തര ഘട്ടം വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു നേട്ടം. ഇതാണ് ഈ ഒരു പുതിയൊരു കണ്ടുപിടുത്തവും നമ്മുടെ ഒരു മുന്നേറ്റവുമാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു ഡിഫൻസ് മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം, ഒരു ഇംഗ്ലീഷിൽ അതൊരു ഓർബിറ്റൽ ലീപ്പ് എന്ന് പറയും, ആ തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഇതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.